ഒരു ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുന്നത് സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും അത് പലപ്പോഴും നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ഹർട്ട് ചെയ്തേക്കാം. നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് ചെയ്തത്, ലേറ്റായിട്ട് ഒരു പേയ്മെൻറ്റ് കൂടി ചെയ്തിട്ടില്ലെങ്കിൽ കൂടി പലപ്പോഴും ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ഹർട്ട് ചെയ്തേക്കാം. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യും, ഏതൊക്കെ സിറ്റുവേഷനിൽ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല, അതുപോലെ തന്നെ ഏത് സിറ്റുവേഷനിലാണ് ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത്. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം എങ്ങനെയാണ് ക്രെഡിറ്റ് സ്കോർ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സിബിൽ ആണെങ്കിലും എക്സ്പീരിയൻ ആണെങ്കിലും ക്രിഫ് ആണെങ്കിലും ഇക്വിഫാക്സ് ആണെങ്കിലും ഏത് ബ്യൂറോ ആണെങ്കിലും പ്രധാനമായിട്ടും 5 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ക്രെഡിറ്റ് സ്കോർ നിർണ്ണയിക്കുന്നത്. ഒന്നാമത്തേത് പേയ്മെൻറ്റ് ഹിസ്റ്ററിയാണ്. ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും ലോണൊക്കെ ആണെങ്കിലും നമ്മുടെ റീപേയ്മെൻറ്റ് ഹിസ്റ്ററി കറക്റ്റ് ആണോ എന്ന് നോക്കും. റീപേയ്മെൻറ്റ് ഹിസ്റ്ററി ബാഡായി കഴിഞ്ഞാൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. നല്ല റീപേയ്മെൻറ്റ് ഹിസ്റ്ററിയാണ്, നമ്മൾ ഒരിക്കൽ പോലും ഡ്യൂ വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്കോർ വിളിച്ചെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമതൊരു ഫാക്ടർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ആണ്. നമ്മുടെ ടോട്ടൽ ലിമിറ്റിൽ നമ്മൾ എത്ര ശതമാനം യൂട്ടിലൈസ് ചെയ്തു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എപ്പോഴും നല്ലത് നമ്മുടെ ലിമിറ്റിൻ്റെ 30% താഴെ മാത്രം യൂസ് ചെയ്യുന്നതാണ്. അത് ഒരു കാർഡിൻ്റെ അല്ല, നമ്മുടെ കയ്യിലുള്ള കാർഡിൻ്റെ ടോട്ടൽ ലിമിറ്റിൻ്റെ പെർസെൻറ്റേജ് വെച്ചാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഒരു സിംഗിൾ കാർഡിൻ്റേതല്ല. ഇപ്പോൾ മൊത്തം നിങ്ങളുടെ കാർഡിലുള്ള എല്ലാ കാർഡിലും കൂടി ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിന് 30% താഴെ മാത്രം യൂസ് ചെയ്യുക. ആ രീതിയിലാണ് യൂട്ടിലൈസേഷൻ കണക്കാക്കുന്നത്. എപ്പോഴും ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ 30% താഴെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വരുന്ന മറ്റൊരു ഫാക്ടർ ക്രെഡിറ്റ് എൻക്വയറി ആണ്. നമ്മൾ ഇപ്പോൾ ലോണിന് അപ്ലൈ ചെയ്യുന്നു ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഹാർഡ് എൻക്വയറി ആയിട്ട് നമ്മുടെ റിപ്പോർട്ടിൽ വരുന്നുണ്ട്. സോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എൻക്വയറി ചെയ്യാതിരിക്കുക, എൻക്വയറീസിൻ്റെ എണ്ണം കുറയ്ക്കുക. ഒരു എൻക്വയറി നടത്തി കഴിഞ്ഞാൽ അടുത്ത എൻക്വയറി തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് എടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുക. പിന്നെ വരുന്നത് ക്രെഡിറ്റ് ഏജ് ആണ്, നമ്മുടെ ലോൺ അക്കൗണ്ടിൻ്റെ ഏജ്. നമ്മൾ ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്, നല്ല ലോങ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തൊരു കാർഡാണെങ്കിൽ അത് നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും. സോ ക്രെഡിറ്റ് ഏജ് ഒരു ഫാക്ടറാണ്. പിന്നെ വരുന്ന മറ്റൊരു ഫാക്ടർ ക്രെഡിറ്റ് മിക്സ് ആണ്. നമ്മുടെ സെക്യൂർഡ് ലോൺ അതുപോലെ തന്നെ അൺസെക്യൂർഡ് ലോൺ, അതിൻ്റെ ഒരു പ്രോപ്പർ മിക്സ് ആണ് നമ്മുടെ നല്ലൊരു സ്കോറിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് മിക്സും നമ്മുടെ സ്കോറിനെ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ 5 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ വർക്ക് ചെയ്യുന്നത്. ഇതിൽ നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും 2 ഫാക്ടേഴ്സിനെയാണ് അത് ബാധിക്കുന്നത്. ഒന്ന് നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ആണ്, ആ യൂട്ടിലൈസേഷനെ അത് എഫക്റ്റ് ചെയ്യും. മറ്റൊന്ന് ക്രെഡിറ്റ് ഏജ് ആണ്. അപ്പോൾ ഈ 2 ഫാക്ടേഴ്സിനെയാണ് നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ അത് ബാധിക്കുന്നത്. ആദ്യത്തെ ഇമ്പാക്റ്റ് വരുന്നത് ക്രെഡിറ്റ് യൂട്ടിലൈസേഷനിലാണ്. നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ കൂടിയേക്കാം. ഇത് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ കയ്യിലുള്ള മറ്റു കാർഡുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഇല്ലെങ്കിൽ കാർഡിൻ്റെ ലിമിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് വേറെയും കാർഡുകളുണ്ട്, അതിൽ ഉയർന്ന ലിമിറ്റാണുള്ളതെങ്കിൽ അത് നിങ്ങളെ ബാധിക്കുകയില്ല. നിങ്ങൾക്ക് വേറെ കാർഡിലെ അല്ലെങ്കിൽ ലിമിറ്റ് കുറവാണെങ്കിലാണ് നിങ്ങളുടെ യൂട്ടിലൈസേഷൻ കൂടിയേക്കാം. അപ്പോൾ അത് നിങ്ങളുടെ യൂട്ടിലൈസേഷൻ കൂടുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ക്രെഡിറ്റ് കാർഡുകളുണ്ട്, അതിൽ രണ്ടിലും ഓരോ കാർഡിലും 1 ലക്ഷം രൂപ വീതം ലിമിറ്റ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ടോട്ടൽ ലിമിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. അതിൽ നിങ്ങൾ എല്ലാ മാസവും 40,000 രൂപ യൂസ് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ നിങ്ങളുടെ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് 20% ആണ്. സോ അതെന്തായാലും 30% താഴെയാണ്. സോ ഇതിലൂടെ നമുക്ക് നല്ലൊരു സ്കോർ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ഈ ഒരു കാർഡിൽ നിന്ന് നിങ്ങൾ ഒരു ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ ലിമിറ്റ്, നിങ്ങളുടെ ടോട്ടൽ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയിലേക്ക് താഴും. കാരണം 1 ലക്ഷം രൂപയുള്ള മറ്റൊരു കാർഡ് നിങ്ങൾ ക്ലോസ് ചെയ്തു. ഒരു കാർഡ് ക്ലോസ് ചെയ്തുവെങ്കിൽ നിങ്ങളുടെ മന്ത്ലി സ്പെൻഡിങ് 40,000 രൂപയായിട്ട് തന്നെ തുടർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്ടിലൈസേഷൻ 20% നിന്നും 40% ആയിട്ട് ഉയരും. അങ്ങനെ 40% ആകുന്ന സമയത്ത് നിങ്ങളുടെ യൂട്ടിലൈസേഷൻ ഹൈ ആവുകയും ഇതുമൂലം നിങ്ങളുടെ സ്കോർ കുറയുകയും ചെയ്യും. സോ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ബാലൻസ് ഉള്ള കാർഡുകൾ നോക്കുക, അതിലുള്ള ടോട്ടൽ ലിമിറ്റ് നോക്കുക, നിങ്ങളുടെ മന്ത്ലി സ്പെൻഡ്, ഒരു ആവറേജ് സ്പെൻഡിങ് എമൗണ്ട് നിങ്ങൾ നോക്കുക. സോ ഒരു കാർഡ് ക്ലോസ് ചെയ്താൽ കൂടി നിങ്ങളുടെ യൂട്ടിലൈസേഷൻ 30% മുകളിൽ പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേക്ക്. അതെപ്പോഴും 30% താഴെ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ ഇമ്പാക്റ്റ് വരുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ലെങ്ത് റിഡ്യൂസ് ചെയ്യപ്പെടും. ഇത് സംഭവിക്കുന്ന നമ്മുടെ പഴയ ക്രെഡിറ്റ് കാർഡുകൾ, ഓൾഡ് ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുമ്പോഴാണ്. നമ്മളുടെ പഴയ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമ്മൾ അടുത്തൊരു ടൈം മുതലുള്ള ഒരു ഹിസ്റ്ററി നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടാകും. അത്രത്തോളം ആ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി അവിടെ ഉണ്ടാകും. നിങ്ങളുടെ ഓൾഡ് കാർഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത്രയും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി ആയിരിക്കും അവിടെ റിമൂവ് ചെയ്യപ്പെടുന്നത്. ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിന് കാരണമാകും. സോ നമ്മളുടെ പഴയ കാർഡ്, നമ്മൾ ആദ്യം എടുത്ത കാർഡൊക്കെ ആണെങ്കിൽ അത് ക്ലോസ് ചെയ്യാതെ നിലനിർത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ നിലനിർത്തുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം നമുക്ക് അത്രത്തോളം ലോങ്ങസ്റ്റ് ആയിട്ടുള്ള അത്രയും ലെങ്ത് ഉള്ള ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവിടെ നിലനിർത്താനായിട്ട് സാധിക്കും. നിങ്ങൾ ആദ്യം എടുത്ത ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടി ആ ഒരു കാർഡ് നിങ്ങളുടെ സ്കോർ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കും. കാരണം അത്രയും ലെങ്തി ആയിട്ടുള്ള, അത്രയും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു
ക്രെഡിറ്റ് ഹിസ്റ്ററി നമ്മുടെ റിപ്പോർട്ടിൽ ഉണ്ടാകും. അത് നല്ലൊരു സ്കോർ നിലനിർത്താനായിട്ട് നമ്മളെ സഹായിക്കും. നിങ്ങളുടെ പഴയ ആദ്യം എടുത്ത ക്രെഡിറ്റ് കാർഡ് ഉപയോഗമില്ലാത്തത് കൊണ്ട് ക്ലോസ് ചെയ്യുന്നത് ആക്ച്വലി ഒരു മണ്ടത്തരം തന്നെയാണ്. പ്രത്യേകിച്ച് ആ ഒരു കാർഡിന് ആനുവൽ ഫീസ് ഇല്ല, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ്, അതുപോലെ തന്നെ ഹയർ ലിമിറ്റൊക്കെയുള്ള ഒരു കാർഡാണെങ്കിൽ അത് കീപ്പ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. നമ്മൾ ആ ഒരു കാർഡ് കീപ്പ് ചെയ്യുക, അതിന് പ്രത്യേകിച്ച് ജോയിനിങ് ഫീസോ ആനുവൽ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളത് ഇടയ്ക്കൊന്ന് ഉപയോഗിക്കുക. ഒരു 3 മാസം 6 മാസം കൂടുമ്പോൾ ജസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ നടത്തി ആ ഒരു എമൗണ്ട് കറക്റ്റായിട്ട് റീപേ ചെയ്യുക. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. അങ്ങനെ ആ ഒരു കാർഡ് ആക്റ്റീവായിട്ട് നിലനിർത്തി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഏത് സിറ്റുവേഷനിലാണ് ഒരു ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്? ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ആനുവൽ ഫീസാണ്. നല്ലൊരു ആനുവൽ ഫീസ്, ഉയർന്ന ആനുവൽ ഫീസ് ഉണ്ട്. പ്രത്യേകിച്ച് ആ ഒരു കാർഡ് കൊണ്ട് ഉപയോഗമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാർഡ് ക്ലോസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഓവർ സ്പെൻഡിങ് ചെയ്യാനുള്ള ഒരു ടെംപ്റ്റേഷൻ വരികയും നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഓവർ സ്പെൻഡിങ് ആയിട്ട് ഡ്യൂ വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാർഡ് അതിന് റിവാർഡും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്, പ്രത്യേകിച്ച് ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ക്ലോസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേയധികം ക്രെഡിറ്റ് കാർഡുകളുണ്ട്, അത് മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലോസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാർഡ് പുതിയ കാർഡാണ്, പഴയ കാർഡല്ല, ലേറ്റസ്റ്റ് ആയിട്ടുള്ള എടുത്ത കാർഡാണെങ്കിൽ അത് ക്ലോസ് ചെയ്യാം. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വരികയില്ല. സോ ഇങ്ങനെയുള്ള കുറച്ച് പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. അല്ലാതെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അത് ഉപയോഗമില്ല, അതും നിങ്ങളുടെ ഓൾഡസ്റ്റ് കാർഡാണ് ക്ലോസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്യുക. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർക്കുക. പിന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഡ്യൂ എല്ലാം ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ റിവാർഡ് പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിഡീം ചെയ്യുക. നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്ത് ഒരു 3 മന്തിനുള്ളിൽ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ നിങ്ങളുടെ ആ ഒരു കാർഡ് ക്ലോസ്ഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് വന്നു എന്ന് ഉറപ്പുവരുത്തുക. ഇനി നിങ്ങളുടെ ആദ്യത്തെ പഴയ കാർഡാണ് ക്ലോസ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് പരിഗണിക്കാം. അതെങ്ങനെയെങ്കിലും അത് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ലൈക്ക് ഇപ്പോൾ ആനുവൽ ഫീസ് കൂടിയത് കൊണ്ടാണ് നിങ്ങൾ ആ ഒരു കാർഡ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ബാങ്കിനോട് റിക്വസ്റ്റ് ചെയ്ത് നോക്കുക ആനുവൽ ഫീസ് ഒഴിവാക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കാർഡിലേക്ക് നിങ്ങൾക്ക് ഡൗൺഗ്രേഡ് ചെയ്യാം, ചാർജ് കുറഞ്ഞ ഒരു കാർഡ് വേരിയന്റിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്യാം. സോ ഒരു ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുന്നത് എപ്പോഴും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആവില്ല. നമ്മുടെ കയ്യിലുള്ള മറ്റു കാർഡുകൾ അതിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റ് അതിനേക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലാത്ത പക്ഷം നമ്മുടെ യൂട്ടിലൈസേഷൻ ഹൈ ആകും, അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി അത് ബാധിക്കും, അതേപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി റിഡ്യൂസ് ചെയ്യും. ഇതിലൂടെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിനും കാരണമാകും. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. സോ നിങ്ങളുടെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ആദ്യം എടുത്ത ക്രെഡിറ്റ് കാർഡാണ് നിങ്ങൾ ക്ലോസ് ചെയ്യാൻ ഒരുങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് റീതിങ്ക് ചെയ്യുക. എങ്ങനെയെങ്കിലും കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ കീപ്പ് ചെയ്യുക. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ എഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന്. സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി